എഫെസ്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഇന്ന് 4-ാമത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്വേ. പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. സുവിശേഷ നിമിത്തമാണ് പൗലോസ് അപ്പോസ്തലൻ ജയിലിലായിരിക്കുന്നത് എന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതിനുശേഷം പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം നിങ്ങൾ നടക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല, യോഗ്യത കണ്ടിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ വിളി കേട്ട് കർത്താവിന്റെ പിന്നാലെ വരുന്നതായിട്ടുള്ള ആളുകൾക്ക് ചില യോഗ്യതകൾ അല്ലെങ്കിൽ നിബന്ധനകൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ ആരുടെയും പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ രക്ഷിക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത് പ്രവൃത്തികൾക്ക് വേണ്ടിയാണ്, സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ആരുടെയും യോഗ്യത, മുൻകാല യോഗ്യത ദൈവം പരിഗണിച്ചിട്ടില്ല. എന്നാൽ കർത്താവിന്റെ വിളി കേട്ട് കർത്താവിന്റെ പിന്നാലെ പോകുന്നതായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോകാനായിട്ട് ഒരിക്കലും ദൈവവചനം അനുവദിക്കുന്നില്ല. അവർക്കൊരു വിളിക്ക് ഒരു യോഗ്യതയുണ്ട്. ഒരു യോഗ്യതയിലേക്കാണ് അവരെ വിളിക്കുന്നത്. യോഗ്യത മുഖാന്തരമല്ല, യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല വിളിക്കുന്നത്, എന്നാൽ യോഗ്യതയിലേക്കാണ് വിളിക്കുന്നത്. സൽപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല വിളിക്കുന്നത്, എന്നാൽ സൽപ്രവൃത്തികൾക്കായിട്ടാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ പഴയ അയോഗ്യതകൾ അവർക്ക് തുടരാനായിട്ട് കഴിയാത്തത് എന്ന് നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം, യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വത്തിലേക്കാണ് രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾ കിടക്കുന്നത് എന്ന് നമുക്കറിയാം. ഏത് രാജ്യമായിരുന്നു നമ്മുടെ പഴയ രാജ്യം എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് 2-ാം അധ്യായത്തിൽ നാം പഠിച്ചതാണ്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി, ആകാശത്തിലെ അധികാരം, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പോൾ നാം നടന്നിരുന്നതായിട്ടുള്ള ലോകം അല്ലെങ്കിൽ അധിപതി അല്ലെങ്കിൽ പൗരത്വം എന്ന് പറയുന്നത് അനുസരണക്കേടിന്റെ മക്കൾ, ആകാശത്തിലെ അധികാരം, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധികാരത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്നും ദൈവരാജ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മാറുന്നത്. അപ്പോൾ ഈ 2 രാജ്യത്തിന്റെയും അല്ലെങ്കിൽ ഈ 2 അധികാരത്തിന്റെയും പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അവിടുത്തെ നിയമാവലികൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഒരു ഉദാഹരണത്തിന്, എന്ത് തിന്മ ചെയ്താലും ഈ ആകാശത്തിന്റെ അധികാരത്തിനോ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനോ യാതൊരു കുഴപ്പവുമില്ല. അത് വളരെ സന്തോഷമാണ്. കലഹം എന്ന് തുടങ്ങി എല്ലാ പാപപ്രവൃത്തികളും അവന് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അവിടെ നിയന്ത്രണങ്ങളില്ല. എന്ത് തിന്മയും ആളുകൾക്ക് ചെയ്യാം, ഏത് തിന്മയിലും ജീവിക്കാം. അത് ആ രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. കാരണം അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതി എന്നാണ്. അപ്പോൾ അത് അനുസരണക്കേടാണ് ആ രാജ്യത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. എന്നാൽ നമ്മെ വിളിച്ച് വേറൊരു രാജ്യത്തിന്
രാജ്യത്തിലെ പൗരന്മാരാക്കി നമ്മളെ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പൗരന്മാരായിട്ട് നമ്മളെ വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിന്റെ പൗരന്മാരായിട്ടാണ് നാം ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ അനുസരണക്കേടിന്റെ ആത്മാവിന് അധിപതിയായവന്റെ അനുസരണക്കേടിൽ ജീവിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല. രണ്ട് രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ, പ്രമാണങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഭരണഘടനയുണ്ട്. അവിടെ പല അവകാശങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങളുമുണ്ട്. പിശാചിന്റെ രാജ്യത്തിന്റെ ഭരണഘടനയും അവിടുത്തെ പ്രമാണവും ഒക്കെ ദൈവരാജ്യത്തിന്റെ ഭരണഘടനയും പ്രമാണങ്ങളുമായിട്ട് വളരെ വ്യത്യാസമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവരാജ്യത്തിന്റെ പൗരന്മാരായിട്ട് നാം തീരുന്ന ആ നിമിഷം മുതൽ നമ്മെ നിയന്ത്രിക്കുന്നത് ദൈവരാജ്യത്തിന്റെ ഭരണഘടനയാണ്, പിശാചിന്റെ രാജ്യത്തിലെ ഭരണഘടന അല്ല. അങ്ങനെ ദൈവരാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ചല്ലാതെ ദൈവരാജ്യത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായിട്ടാണ് ഒരാൾ ഈ രാജ്യത്തിൽ, അതായത് ദൈവരാജ്യത്തിൽ വസിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നതെങ്കിൽ അത് തികച്ചും നടപ്പല്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് തിമോത്തിയോസിന് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിന്റെ 3-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുമ്പോൾ അതിന്റെ 14-15 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അപ്പോൾ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം, അവിടെ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. അതായത് ഓരോരുത്തർക്കും അവനവന് തോന്നുന്നത് പോലെ നടക്കാൻ കഴിയുന്നതായ ഒരു സ്ഥലമല്ല ദൈവസഭ അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്. അത് തിമോത്തിയോസിനെ കുറിച്ച് നാം ചിന്തിച്ചാൽ പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. പൗലോസ് അപ്പോസ്തലന്റെ കൂട്ടത്തിൽ ദീർഘകാലം ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളാണ്. എന്നു മാത്രവുമല്ല, തിമോത്തിയോസിന്റെ അമ്മയും വല്യമ്മയും ഒക്കെ ഭക്തരായിട്ടുള്ള ആയിരുന്നു. അതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ലേഖനം തന്റെ ജീവിതത്തിന്റെ, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എഴുതിയ ലേഖനങ്ങളാണ് ഈ 1-ഉം 2-ഉം ലേഖനങ്ങൾ. അപ്പോൾ ഈ 1-ാമത്തെ ലേഖനത്തിൽ തന്നെ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ഞാൻ ആശിക്കുകയാണ്, പക്ഷേ താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ ഇത് അറിയേണ്ടതിന് എഴുതുന്നു. അപ്പോൾ തൻ്റെ കൂടെ നല്ല ഒരു ഭവനത്തിൽ ജനിക്കുകയും നല്ല ഉപദേശത്തിൽ വളരുകയും പൗലോസ് അപ്പോസ്തലന്റെ കൂടെ ദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് തിമോത്തിയോസ്. എങ്കിലും തിമോത്തിയോസിന് ദൈവസഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് മറ്റു സഭകളെ അല്ലെങ്കിൽ ദൈവമക്കളെ പരിശീലിപ്പിക്കുന്നതിന്, ഉപദേശിക്കുന്നതിന് ചില നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ ആവശ്യം എന്താണ് എന്ന് വെച്ചാൽ, നമുക്ക് തോന്നിയതുപോലെ ദൈവസഭയിൽ നടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നടക്കാനായിട്ട് കഴിയുകയില്ല. ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ, അതിന്റെ ഭരണഘടന എന്ന് പറയുന്നത് പിശാചിന്റെ രാജ്യത്തിന്റെ ഭരണഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നേരെ എതിരാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ നമ്മൾ റോഡിന്റെ ഇടതുവശത്തുകൂടെ വണ്ടി ഓടിക്കുകയും വാഹനം ഓടിക്കുകയും വലതുവശത്തുകൂടെ നടക്കണമെന്നുള്ളതായ നിയമമാണുള്ളത്. എന്നാൽ മറ്റ് പല രാജ്യങ്ങളിലും, വിദേശ രാജ്യങ്ങളിലും വാഹനം വലതുവശത്തൂടെ ഓടിക്കുക, ആളുകൾ ഇടതുവശത്തൂടെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരെ വിപരീതമാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളും അതുപോലെ പിശാചിന്റെ രാജ്യത്തിന്റെ പ്രമാണങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ട് രാജ്യങ്ങളുടെയും ഭരണഘടന നേർ വിപരീതമാണ് എന്നുള്ളത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇടതുവശത്തൂടെ വാഹനം ഓടിച്ച് ശീലിച്ചതായ ആളുകൾക്ക് മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ അവർ വണ്ടി ഓടിക്കാൻ തുടങ്ങിയാൽ വളരെ മനഃപൂർവമായിട്ട് ശ്രദ്ധയോടെ ഓടിച്ചില്ലെങ്കിൽ വലതുവശത്തൂടെ ഓടിക്കുന്നതിന് പകരം ഇടതുവശത്തേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്.
ഞാനത് അനുഭവിച്ചതായിട്ടുള്ള ഒരാളാണ്. നമ്മളുടെ കൂടുതലുള്ള ശീലം എന്ന് പറയുന്നത് ഇടതുവശത്തൂടെ ഓടിക്കുക എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പം അവിടെ നമ്മൾ ആ ശീലത്തിനനുസരിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇടതുവശത്തൂടെ വണ്ടി ഓടിച്ചാൽ ആക്സിഡന്റ് ഉറപ്പാണ്, പിഴ ഉറപ്പാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മള് പിശാചിന്റെ രാജ്യത്തിൽ ജീവിച്ച് പിശാചിന്റെ നിയമത്തിന് അനുസരിച്ച് ജീവിക്കുകയും അങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളോടുള്ള സഹവർത്തിത്വവും നമ്മെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വളരെ മനഃപൂർവമായ ശ്രദ്ധാപൂർവമായിട്ടുള്ള ജീവിതം നാം കഴിച്ചില്ല എങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഭരണഘടന ലംഘിക്കുവാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ ഏറെയാണ്. കാരണം നമ്മുടേതായിട്ടുള്ള ശീലങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജഡത്തിന്റെ ചായ്വ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതം, നമ്മളോട് ചേർന്ന് ജീവിക്കുന്ന മറ്റ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ജീവിതം, അവരുടെ നിലവാരം, അവരുടെ പ്രമാണങ്ങൾ, അവരുടെ മൂല്യങ്ങൾ, ഇതൊക്കെയും നമ്മെ ഏറെ സ്വാധീനിച്ച് നാം തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ യോഗ്യത പ്രകാരമല്ല ദൈവം, നമ്മുടെ ഒരു യോഗ്യതയും അനുസരിച്ച് ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. നമ്മൾക്ക് ആർക്കും ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാകാനായിട്ടുള്ള പ്രത്യേക ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും കുറിച്ചും പറയുവാനായിട്ടുള്ള എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരാൾ പോലും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള നീതി ഉള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും യോഗ്യത എന്ന് പറയുന്നത് അയോഗ്യതയാകുന്ന യോഗ്യതയാണ്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിയമത്തിന്റെ ഭരണഘടനയുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് യോഗ്യതകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാനായിട്ട് കഴിയില്ല. ന്യായാധിപന്മാരുടെ കാലത്തെക്കുറിച്ച് നാം ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ ആ പുസ്തകത്തിൽ 7 തവണ അവർക്ക് അവിടെ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ നടന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് അവരെ കുറിച്ച്, ഇസ്രായേൽ ജനത്തെ കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ നടന്നു. ഈ അവനവന് ബോധിച്ചതുപോലെ നടക്കാനായിട്ട് ദൈവരാജ്യത്തിൽ യാതൊരു അനുവാദവുമില്ല. എന്നാൽ ഇന്ന് അനേക സഭകളിലും അവനവന് ബോധിച്ച ഒരു ജീവിതവും പ്രമാണവുമാണ്, അതനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഈ ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ പാലിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഏറെ ശ്രദ്ധയും അതിന് വില കൊടുക്കേണ്ടത് ആവശ്യമാണ്, അതിനേറെ ശ്രദ്ധ ആവശ്യമാണ്, സൂക്ഷ്മത ആവശ്യമാണ്. എന്നാൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പൊങ്ങുന്നതായ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ ചുറ്റും കാണുന്നതായിട്ടുള്ള സമൂഹത്തിന്റെ പ്രമാണങ്ങൾക്കോ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പറയാറുണ്ട്, ഒഴുക്കിനനുസരിച്ച് നീന്തുന്നത് വളരെ എളുപ്പമാണെന്നാൽ ഒഴുക്കിന് എതിരെ നീന്തുന്നത് വളരെ പ്രയാസമാണ്. നീന്തൽ അറിയാവുന്നതായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു പുഴ ഒഴുകി വരുമ്പോൾ ആ ഒഴുക്കിന് എതിരെ നീന്തുക എന്ന് പറയുന്നത് ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തുക എന്ന് പറയുന്നത് നമ്മളങ്ങ് കിടന്നു കൊടുത്താൽ മതി, നമ്മെ അതങ്ങനെ കൊണ്ടുപോയിക്കൊള്ളും. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒഴുക്കിന് അനുസരിച്ചിട്ടുള്ള ഒരു നീന്തലല്ല, ഒഴുക്കിന് എതിരെയുള്ള ഒരു നീന്തലാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത് ഞെരുക്കമുള്ള വഴി എന്ന്. അപ്പോൾ ഈ ഒഴുക്കിന് എതിരെയുള്ള ഈ നീന്തലിൽ നമ്മൾക്ക് ഏറെ അധ്വാനം ഉണ്ട്. പക്ഷേ ആ നീന്തലിന് നമ്മളുടെ ശക്തിയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി നമുക്ക് ലഭ്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്തേക്ക് കിടക്കുന്നത്. ശരി, അപ്പോൾ ഇവിടെ നടക്കുന്നതിന്, ദൈവരാജ്യത്തിലുള്ള നടപ്പ് അല്ലെങ്കിൽ യോഗ്യത എന്ന് പറയുന്നതിന് ഇവിടെ ചില യോഗ്യതകൾ പ്രത്യേകമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം, ആ യോഗ്യതകളാണ് പിന്നെ തുടർന്ന് നമ്മൾ വായിക്കുന്നത്. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യണം.
അതുപോലെ തന്നെ മൂന്നാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ 5 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ വിളിക്ക് യോഗ്യത ആയിട്ട് പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? പൂർണ്ണ വിനയം. നമുക്ക് വിനയമുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? അതുപോലെ തന്നെ സൗമ്യതയുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ ഈ പദങ്ങൾക്ക് ഒരു വിശേഷണം കൂടി ചേർന്നിട്ടുണ്ട്, പൂർണ്ണം. അതായത് ഭാഗികമായ വിനയമോ സൗമ്യതയോ ദീർഘക്ഷമയോ. ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ തന്നെ അത് ദീർഘം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു വിശേഷണത്തിന്റെ ആവശ്യമില്ല. സൗമ്യത എന്ന് പറയുന്നത് നമ്മളിൽ ദൈവാത്മാവ് വസിക്കുമ്പോൾ നമ്മളിൽ ഉളവാകുന്നതായിട്ടുള്ള ഒരു സ്വഭാവ വിശേഷമാണ്. അത് നമ്മളിൽ നിന്ന് തന്നെ ഉളവാകേണ്ടതാണ്. എന്നാൽ പൂർണ്ണ വിനയം എന്ന് പറയുമ്പോൾ ഭാഗികമായിട്ടുള്ള ഒരു വിനയം ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവസഭയിൽ അനുവദനീയമല്ല, അനുവദിച്ചിട്ടില്ല. അത് ദൈവം വിളിച്ച വിളിക്ക് ആ കാര്യം യഥാർത്ഥത്തിൽ ഒരു യോഗ്യതയാണ്. അല്ല, വിനയം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അത് ദൈവരാജ്യത്തിലെ ഒരു വിളിയല്ല, ദൈവരാജ്യത്തിന്റെ വിളിയുമല്ല. അത് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവന്റെ ഭരണഘടന അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു നിയമമാണ്. അപ്പോൾ വിനയം ഉണ്ടായിരിക്കണം, എന്നാൽ അത് പൂർണ്ണമായ ഒരു വിനയമായിരിക്കണം ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൗമ്യത, ദീർഘക്ഷമ. ക്ഷമിക്കുന്നതിന് യാതൊരു ലിമിറ്റുമില്ല എന്നുള്ളതാണ് ദീർഘക്ഷമ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ക്ഷമിക്കുന്നതിനൊരു പരിധിയുമില്ല. കർത്താവ് തന്നെ ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ശിഷ്യന്മാര് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താ? 70 വട്ടം. ഒരു ദിവസം 7 പ്രാവശ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഈ ഒരു ദിവസം കർത്താവ് പറഞ്ഞത് 70 വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 490 വട്ടം. അതായത് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ല എന്നുള്ളതാണ്. പക്ഷേ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക എന്നുള്ള ഒരു പ്രമാണമാണ് ദൈവസഭയിലുള്ളത്. അപ്പോൾ ഒരാൾ അങ്ങനെ തുടർമാനമായിട്ട് തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ബാക്കിയുള്ള ആളുകൾ അതിനെ എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ദൈവസഭയിൽ യോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ആരെങ്കിലും തെറ്റിപ്പോയാൽ ആ സഹോദരനെ തിരുത്തുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ സഭയുടെ തലത്തിലേക്ക് അത് വരുന്നത് അവസാനത്തെ തലമാണ് എന്ന് നമുക്കറിയാമല്ലോ. ആരെങ്കിലും ഒരാൾ തെറ്റിപ്പോയാൽ അവരെ 1, 2 ആദ്യം നേരെ ചെന്ന് തിരുത്തുക എന്നുള്ളതാണ്. കൂട്ടാക്കുന്നില്ലെങ്കിൽ 1, 2 പേര്, അതല്ലെങ്കിൽ പിന്നെയാണ് അവസാന ഘട്ടത്തിലാണ് സഭ അവിടെ വരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ തെറ്റിപ്പോകുന്ന ആളുകളെ തിരുത്തുന്ന ഒരു സംവിധാനം ദൈവസഭയിലുണ്ട്. അതല്ലാതെ എപ്പോഴും അങ്ങനെ തിരുത്തപ്പെടാതെ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് ജീവിക്കുന്ന ആളുകൾ തിരുത്തപ്പെടാൻ തയ്യാറില്ലാതെ ഇരിക്കുമ്പോൾ അവനോട് ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം സഭയിലില്ല. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ വിശദമായിട്ട് പറയുവാനായിട്ട് ആവശ്യമുണ്ട്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തതോ അല്ല എങ്കിൽ തെറ്റ് സമ്മതിക്കാൻ കൂട്ടാക്കാത്തതോ തെളിയിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഏകപക്ഷീയമായിട്ട് ക്ഷമിക്കേണ്ടതായിട്ട് വരും. ചില വ്യക്തികളോട് അവര് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഏകപക്ഷീയമായിട്ട് ക്ഷമിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതൊന്നും ആത്യന്തികമായിട്ട് അങ്ങനെ എല്ലാ കാലവും തുടരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. ദൈവവചനം എന്ന് പറയുന്നത് അത് ഉപദേശത്തിനും ശാസനത്തിനും അത് ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ് എന്ന് നാം വായിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവവചനം ദൈവ മക്കളെ ശാസിച്ച് അവരെ തിരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള
സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ആരെയെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അവരുടനെ തന്നെ സഭ ചാടി മറ്റൊരു സഭയിൽ പോകുന്ന ഒരു പ്രവണതയുണ്ട്. വഴക്ക് കേൾക്കാൻ ഉപദേശം പോലും ആളുകൾക്ക് സ്വീകരിക്കുവാനായിട്ട് വളരെ പ്രയാസമാണ്. നിങ്ങൾ എന്നെ ഉപദേശിക്കണ്ട, എനിക്കിതൊക്കെ അറിയാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആദ്യം നന്നാകുക തുടങ്ങിയതായിട്ടുള്ള തിരിച്ചടികളാണ് സാധാരണഗതിയിൽ ആരെങ്കിലും ഉപദേശിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പോലും ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ ശാസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്നുള്ളൊരു വലിയ അവസ്ഥ ഇന്ന് അനേക സഭകളിലുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, അതൊരു സഭയുടെ, അതിനെ ഒരു സഭ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു സഭ അധപ്പതനത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടെ ഉപദേശത്തിന് ചെവി കൊടുക്കാത്തതും ശാസനയ്ക്ക് വിധേയപ്പെടാത്തതുമായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ശാസനയ്ക്ക് ചെവി കൊടുക്കാത്തതായ, ഉപദേശം കേൾക്കാൻ തയ്യാറില്ലാത്തതായിട്ടുള്ള ആളുകൾ ആരും ദൈവാത്മാവ് വസിക്കുന്ന ആളല്ല. എന്തെങ്കിലും ശാസിക്കാനോ ഉപദേശിക്കാനോ ശ്രമിച്ചാൽ തിരിച്ചടിക്കുന്ന ആളുകൾ അവരൊരിക്കലും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതോ ദൈവാത്മാവ് ഉള്ളതോ ആയിട്ടുള്ള ആളുകളായിട്ട് പരിഗണിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ദീർഘക്ഷമ, സൗമ്യത, പൂർണ്ണമായിട്ടുള്ള ഒരു വിനയം, ഇതെല്ലാം ദൈവസഭയിലെ പ്രമാണങ്ങളാണ്. അതുപോലെ തന്നെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും, അപ്പോൾ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് മനോഭാവത്തോടു കൂടിയായിരിക്കണം? ഇപ്പൊ ദീർഘക്ഷമയെ കുറിച്ച് പറഞ്ഞല്ലോ. ദീർഘക്ഷമയെ കുറിച്ച് പറയുമ്പോൾ അത് ഏത് മനോഭാവത്തോടു കൂടിയാണ് നിങ്ങൾ ക്ഷമിക്കേണ്ടത് എന്നുള്ളത് ആണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തിലായിരിക്കണം. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും അവരോട് തിരിച്ചടിക്കാനായിട്ടോ ഒന്നും സാധ്യമല്ലാത്ത ഒരവസ്ഥ ഉള്ളതുകൊണ്ടോ, അല്ല എങ്കിൽ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ക്ഷമിക്കാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ അതൊരു ക്ഷമയല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ചില ക്ഷമയുടെ വാക്കുകൾ മാത്രമാണ് പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉളവാകുന്നത്. നാം ക്ഷമിച്ചു എങ്കിൽ അത് അങ്ങനെ ഒരു കുറ്റം വന്നതായിട്ട് അല്ലെങ്കിൽ ഒരു തെറ്റ് വന്നതായിട്ട് പിന്നെ നാം പരിഗണിക്കുന്നേയില്ല. യഥാർത്ഥത്തിൽ ആ തെറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് എന്ത് ബന്ധമായിരുന്നോ ഉണ്ടായിരുന്നത് അതേ ബന്ധത്തിലേക്ക് തിരിച്ചു പോകുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ അതിനെ ക്ഷമിച്ചു എന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. പലപ്പോഴും കഴിഞ്ഞ 10, 40, 42 വർഷത്തെ 43 വർഷത്തെ വിശ്വാസ ജീവിതത്തിൽ പല സഭകളിലൂടെയും ഞാൻ അങ്ങനെ അംഗമായിരിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്, എൻ്റെ പഠനവും ജോലിയും ആയിട്ട്. അപ്പോൾ മിക്കവാറും എല്ലാ സഭകളിലും എന്തെങ്കിലുമൊക്കെ മനുഷ്യർ തമ്മിലുള്ളതായ, വിശ്വാസികൾ തമ്മിലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചതായിട്ടുള്ളൊരു കാര്യം, യഥാർത്ഥത്തിൽ ദൈവികമായ, ആത്മീകമായ, വചനപരമായിട്ടുള്ള ക്ഷമ എന്ന് പറയുന്നത് അപൂർവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും ഒരാളെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു ശ്രമമാണ്. അവസാനം നിങ്ങൾ മാപ്പ് ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞു കഴിയുമ്പോൾ, എൻ്റെ ഭാഗത്ത് നിങ്ങൾ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേരെ എന്ന് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിട്ടുള്ള ആളുകളെയാണ് ഞാൻ ഏറെയും കണ്ടിട്ടുള്ളത്. എന്നാൽ വളരെ ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതായിട്ടുള്ള ആളുകളെയും അപൂർവമായി കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷമ എന്ന് പറയുന്നത്, ക്ഷമിച്ചു എങ്കിൽ യഥാർത്ഥത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന സ്നേഹത്തിലേക്കും ഇടപാടുകളിലേക്കും നാം സ്വാഭാവികമായും യഥാസ്ഥാനപ്പെടും. അതാണ് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക എന്ന് പറയുന്നത്. ക്ഷമിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെയുള്ളതായ യാതൊരു വക ബന്ധങ്ങളും പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല എങ്കിൽ അത് യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ സഹോദരന്മാരോട് അവരുടെ കടങ്ങളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവും നമ്മുടെ കടങ്ങളെയും ക്ഷമിക്കുകയില്ല എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏറെ ഇളച്ചു കിട്ടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള തെറ്റുകളൊക്കെയും കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നു. നാമും നമ്മുടെ സഹവിശ്വാസികളോട് ക്ഷമിക്കേണ്ടത് കർത്താവ് നമ്മെ, പിതാവായ ദൈവം ക്രിസ്തുയേശുവിൽ
നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം എന്നാണ് നാം വായിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതായ കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ഈ പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈ പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ, സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് എല്ലാവരിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് ഇപ്പൊ ചിലപ്പോൾ ആളുകള് ചിന്തിക്കുന്നത് അത് സഭയിലെ പാസ്റ്റർക്ക് ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ എന്തെല്ലാം പാസ്റ്ററോട് പറഞ്ഞാൽ അല്ലെങ്കിൽ മൂപ്പന്മാരോട് പറഞ്ഞാലും പാസ്റ്റർമാരോട് പറഞ്ഞാലും അവരൊക്കെ ക്ഷമിച്ചോണം, ഞങ്ങൾ ക്ഷമിക്കുകയില്ല. അതല്ല എങ്കിൽ എന്നോട് ക്ഷമിച്ചോണം, ഞാൻ ക്ഷമിക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവസഭയിൽ യഥാർത്ഥത്തിൽ ഈ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മളോട് ക്ഷമിക്കുവാൻ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ നമ്മളോട് ക്ഷമിക്കണം എന്ന് അവകാശപ്പെടാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ക്ഷമയ്ക്ക് നാം മാപ്പ് പറയുന്നുവെങ്കിൽ, തിരുത്തുന്നുവെങ്കിൽ നമ്മളോട് ക്ഷമിക്കുവാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും നമ്മളോട് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മളോട് ക്ഷമ പറയണം എന്നൊക്കെ ഒരു ആഗ്രഹം നമുക്കുണ്ട്. എന്നാൽ മറ്റുള്ളവരെ നാം വേദനിപ്പിച്ചുവെങ്കിൽ അവരോട് ക്ഷമ പറയുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വളരെ സമ്മതമല്ലാത്ത ഒരു കാര്യമാണ്. ദൈവസഭയിൽ സ്നേഹത്തെക്കുറിച്ചാണെങ്കിലും ക്ഷമിക്കുന്നതിനെ കുറിച്ചാണെങ്കിലും സ്നേഹിക്കുന്നതിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ സേവിക്കുന്നതിനെ കുറിച്ചാണെങ്കിലും ദൈവസഭയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് തമ്മിൽ തമ്മിൽ അല്ലെങ്കിൽ അന്യോന്യം എന്നാണ്. ഇവിടെയും രണ്ടാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അന്യോന്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ക്ഷമ ചോദിക്കാൻ മാത്രമേ, എൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ചിരിക്കണം, ഞാനതിന് തയ്യാറല്ല എന്നുള്ള നിലയിൽ ചിന്തിക്കുവാനായിട്ട് ഒരിക്കലും ദൈവസഭയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. ദൈവസഭയിൽ എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വം, കൂട്ടുത്തരവാദിത്വം എല്ലാ കാര്യങ്ങളിലുമുണ്ട്. നമുക്ക് എല്ലാവർക്കും അവകാശങ്ങളുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുമുണ്ട്. എനിക്ക് ദൈവസഭയിൽ നിന്നുള്ള അവകാശങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, എനിക്കതെല്ലാം കിട്ടിയിരിക്കണം. എന്നാൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പരിപാടി ദൈവസഭയിലില്ല. സ്നേഹിക്കണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നോട് ആളുകൾ ക്ഷമിക്കണം എന്ന് നാം ആവശ്യപ്പെടുമ്പോൾ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്നെ ആളുകൾ സഹായിക്കണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ എല്ലാവരെയും സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള പ്രാപ്തിക്ക് ഒത്തവണ്ണം എല്ലാം നടക്കേണ്ടത് അന്യോന്യമാണ്. ഏകപക്ഷീയമായിട്ടുള്ള ഒരു സംവിധാനവും ഒരു സഭയിലും അധികാരം നിലനിൽക്കുകയില്ല എന്നുള്ളതും നാം മനസ്സിലാക്കണം. അപ്പോൾ മൂന്നാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഇവിടെ ഒരു ആത്മാവിന്റെ ഐക്യത ഉണ്ട്, അത് സമാധാന ബന്ധത്തിൽ സൂക്ഷിക്കണം എന്നുള്ളതായ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മാവിന്റെ ഐക്യത. എന്താണ് ഈ ആത്മാവിന്റെ ഐക്യത എന്ന് പറയുന്നത്? എല്ലാവരിലും ഒരേ ആത്മാവ് വസിക്കുന്നു എന്നുള്ളതാണ് ആത്മാവിന്റെ ഐക്യത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിന്റെ ഐക്യത ഉണ്ടാവുകയും ഈ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എല്ലാവരും ഒരേപോലെ മുമ്പോട്ട് പോകും. കാരണം എല്ലാവരിലുമുള്ള ആത്മാവ് ഒരേ ആത്മാവും ആ ആത്മാവിനാൽ എല്ലാവരും നിയന്ത്രിക്കപ്പെടുമ്പോൾ എല്ലാവരും ഒരേ നിലയിൽ പോകും. അങ്ങനെ പോകുന്ന സഭയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വായ, നിങ്ങൾക്ക് ഒരു ഹൃദയം, നിങ്ങൾക്ക് ഏക മനസ്സ്, ഏകഭാവം, ഇതൊക്കെ സാധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അത് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് സാധിക്കുന്നത് എല്ലാവരിലും ഒരേ ആത്മാവ് വസിച്ചുകൊണ്ട് എല്ലാവരും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ്. പ്രിയമുള്ളവരെ, എവിടെയാണ് ഭിന്നതയും വഴക്കും ഉണ്ടാകുന്നതെന്നറിയാമോ? ആത്മാവ് മാറുമ്പോൾ. ദൈവാത്മാവ് നമ്മിൽ വസിക്കുമ്പോഴും നാം ആ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ഭിന്നതയില്ല. കാരണം ഒരേ ആത്മാവാണ്. എന്നാൽ അതിന് പകരം ഈ ദൈവാത്മാവിനെ വിട്ടിട്ട് ഇന്ന് അനേക സഭകളിലും
ഈ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടക്കുമ്പോൾ അവിടെ ഭിന്നത വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഭിന്നത വരുത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വട്ടം ബുദ്ധി പറഞ്ഞതിന് ശേഷം അവനെ ഒഴിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭിന്നത വരുത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സഭയെ വെട്ടിക്കീറുക, വെട്ടിമുറിക്കുക, അവയവങ്ങളെ വെട്ടിമുറിച്ച് കളയുക, നശിപ്പിക്കുക, കൊല്ലുക എന്നുള്ളതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് ഈ ദുർനടപ്പ് പോലെ ഗൗരവമായിട്ടുള്ള ഒരു പാപമാണ്. സഭയിൽ അങ്ങനെയുള്ള ആളുകൾ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയെ കീറിമുറിച്ച് രക്തം വാർന്ന സഭ നശിക്കുന്നതിന് അങ്ങനെയുള്ളവർ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭിന്നത വരുത്തുന്നതായ സ്വഭാവമുള്ള ആളുകൾ അങ്ങനെയുള്ള ഭിന്ന അഭിപ്രായങ്ങളും സ്വഭാവങ്ങളും കാണിക്കുമ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർക്ക് ചെവി കൊടുക്കരുത്. അക്കാര്യങ്ങൾ സഹോദരന്മാരെ അറിയിക്കുകയും അതുപോലെ തന്നെ അവരെ സ്നേഹത്തിൽ ഉപദേശിക്കുകയും വേണം. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കരുത്. ഇത് ദൈവസഭയിൽ നടക്കേണ്ടതായിട്ടുള്ള ഒരു നടപ്പല്ല. അവിടെ വിനയവും സൗമ്യതയും ദീർഘക്ഷമയും അന്യോന്യം ക്ഷമിക്കുകയും ഒക്കെയാണ് അവിടെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അത് സഹോദരന്മാരോട് സംസാരിക്കണം. അതല്ലാതെ സഭയ്ക്ക് ദോഷം വരുത്തുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും സംസാരിക്കരുത് എന്ന് തന്നെ പറഞ്ഞ് അതിനെ മുടക്കേണ്ടത് ആവശ്യമാണ്. അതല്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ സഭയെ നശിപ്പിച്ചു കളയും. അങ്ങനെ അനേക സഭകളും ഇന്ന് ഗ്രൂപ്പുകളിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പല സഭകളിലും 3ഉം 4ഉം ഗ്രൂപ്പുകളാണ്. അതൊരിക്കലും പാടില്ല. അത് ദൈവസഭ ആയിരിക്കില്ല. അങ്ങനെ ഗ്രൂപ്പുകളുള്ള ഒരു സഭ ഒരിക്കലും ദൈവസഭയല്ല. അതൊരു കർത്താവിന്റെ ശരീരമല്ല. അത് സഭ എന്ന പേര് മാത്രമുള്ള ഒരു സംവിധാനമാണ്. നമ്മുടെ ജീവിതം എത്രയോ ഉന്നതവും ശ്രേഷ്ഠവുമായി ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. ദൈവരാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുന്ന നമുക്ക് ഏറെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഉണ്ട്. അതെല്ലാം നാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാവുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചന പഠനത്തിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകളും രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഏറെ ഈ നാളുകൾ ദൈവാത്മാവിന്റെ കൃപയാൽ മാറേണ്ടത് ആവശ്യമാണ്. അത് മാറാൻ ആവശ്യമുണ്ട് എന്ന് നാം അംഗീകരിക്കുകയും അതിന് നാം വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് അങ്ങനെയുള്ള ഒരു മാറ്റം നമ്മളിൽ വരുത്തും. നമ്മുടെ ദൈവവചന പഠനം അതിന് നമ്മെ സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.